ഡൽഹിയും ചെന്നൈയുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ചെന്നൈ ജയിച്ചിരിക്കുകയാണ്. സഞ്ജു മികച്ച കളിയാണെന്ന് കാഴ്ചവെച്ചത്. സഞ്ജുവിൻ്റെ ചുമലിലേന്തിയാണ് ചെന്നൈ ജയിച്ചിരിക്കുന്നത്. ഇന്ന് കളി കഴിഞ്ഞ് ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഡൽഹി ഫസ്റ്റ് ബാറ്റിങ്ങിൽ 155 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചെന്നൈ ഡൽഹി ടീമിനെ ബൗളിങ്ങിൽ കുരുക്കി. സെക്കൻഡ് ബാറ്റിങ്ങിൽ സഞ്ജു 50 അടിച്ച് കളി ജയിപ്പിച്ചു. ഇന്ന് കളി കഴിഞ്ഞ് ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ചെന്നൈ ടീമിൻ്റെ കരുത്തെന്ന് പറയുന്നത് സഞ്ജു ആണ്. സഞ്ജു ടീമിലുണ്ടെങ്കിൽ ഞാനുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ കീപ്പിംഗ് സ്റ്റൈല് എനിക്ക് ഇഷ്ടമായി. അവൻ കീപ്പറായിട്ട് ടീമിലുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ കളിക്കാൻ ഇറങ്ങാത്തത്. എനിക്ക് ഒരു പകരക്കാരൻ കിട്ടിയിരിക്കുകയാണ്. സഞ്ജുവും ഋതുരാജുമാണ് ചെന്നൈ ടീമിൻ്റെ വിജയതാരങ്ങൾ. സഞ്ജു ഫോമായാൽ ചെന്നൈ ജയിക്കുമെന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന മാച്ചിലും സഞ്ജു മികച്ച കളി കാഴ്ചവെക്കട്ടെ. ഇത്തവണ ചെന്നൈ ടീം കപ്പ് നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ വലിയ പ്ലാനോട് കൂടിയാണ് കളിക്കാൻ ഇറങ്ങുന്നത്. എനിക്ക് ഇപ്രാവശ്യം കളിക്കാൻ സാധിച്ചില്ല. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എങ്കിലും യുവതാരങ്ങൾ നന്നായിട്ട് കളിക്കുമ്പോൾ ടീമിനത് പ്രചോദനമാണ്. എനിക്കത് കാണുമ്പോൾ സന്തോഷവുമുണ്ട്. കളി ജയിച്ച ചെന്നൈ ടീമിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് MS ധോണി വ്യക്തമാക്കി. വീണ്ടും സഞ്ജുവിൻ്റെ ചുമലിലേന്തി ചെന്നൈ ജയിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സഞ്ജുവിൻ്റെ മയമാണ് വരാനിരിക്കുന്നത്. സഞ്ജു ഇന്ന് 50 അടിച്ചിട്ടുണ്ടായിരുന്നു. ഋതുരാജ് ഔട്ടായപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു. എന്നാൽ ക്യാപ്റ്റൻ്റെ കടമ സഞ്ജുവാണ് നിർവഹിച്ചിരിക്കുന്നത്. ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. നിലവിലിപ്പോൾ ചെന്നൈ ടീം 2 താരങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന് ഋതുരാജും ഒന്ന് സഞ്ജുവുമാണ്. ഋതുരാജ് മുട്ടി കളിച്ചിട്ടായാലും ചെറിയ സ്കോർ ഉണ്ടെങ്കിൽ ടീമിനെ മുന്നോട്ട് നയിക്കുന്നു. അതുപോലെ സഞ്ജുവും ഇന്ന് നല്ല കളി കാഴ്ചവെച്ചു. ഡൽഹി ടീം ഇങ്ങനെ തോൽക്കുമെന്ന് ആരും കരുതിയില്ല. CSK ബൗളിങ്ങിലാണ് ഡൽഹിയെ കുരുക്കിയത്. ഇനി വരാൻ പോകുന്ന മാച്ചിൽ ഇതേ കളി ആവർത്തിച്ചാൽ ചെന്നൈക്ക് പ്ലേ ഓഫിലെത്താം. സഞ്ജു ഇപ്രാവശ്യം ചെന്നൈക്ക് വേണ്ടി കപ്പ് നേടിക്കൊടുക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.